ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസ്സി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് വാസവനെ കാണിച്ചുകൊണ്ടാണ്. വാസവൻ ഇപ്പോൾ നമ്മുടെ വേദയെ കാണാനായിട്ട് വിക്രമിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ വീട്ടിലെ എല്ലാ അംഗങ്ങളും, അതായത് സുധാകരൻ മാഷും കമലാമ്മയും വേദി അടക്കമുള്ള എല്ലാവരും വീട്ടിന് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വാസവൻ പറയാണ്, എന്നെ അറിയാലോ, ഞാൻ MLA വാസവൻ. എൻ്റെ മോൻ വരുണിനെയാണ് നിങ്ങളുടെ മകൻ വിക്രം അതിക്രൂരമായിട്ട് അടിച്ചിട്ട് ഇപ്പോൾ ജീവന് വേണ്ടി പോരാടി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. എനിക്ക്, അതായത് ഇത്രത്തോളം എൻ്റെ മകനോട് പെരുമാറിയ അവൻ്റെ കുടുംബത്തിനെയും ഈ വീട്ടിനെയും കത്തിച്ച് കളയാൻ അറിഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. പക്ഷേ വിക്രമിനെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. അവന് ഏതായാലും പഴയ പോലെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ മോൻ അനുഭവിച്ച എല്ലാ ദുരിതവും വേദന അവനെ കൊണ്ട് ഞാൻ അനുഭവിപ്പിച്ചിരിക്കുമെന്നും വാസവൻ എല്ലാവരും നോക്കി പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ എല്ലാവരും ഷോക്കാവാണ് കേട്ടോ. കമലാമ്മയും അതോടൊപ്പം തന്നെ സുധാകരൻ മാഷും എല്ലാവരും നീട്ടുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വാസവൻ പറയാണ്, കുട്ടി ഒരിക്കലും മൊഴി മാറ്റി പറയരുത്. വിക്രമിനെതിരെ തന്നെ മൊഴി പറഞ്ഞേ പറ്റുള്ളൂ. താൻ തൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് തന്നെ മാറ്റാൻ ശ്രമിച്ചാൽ ഒരിക്കലും മാറരുത് എന്നും വാസവൻ വേദിയോട് പറയുന്നുണ്ട്. ശേഷം അയാൾ അവിടെ നിന്ന് പോവുകയാണ്. യഥാർത്ഥത്തിൽ വാസവൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ജയിലിൽ തന്നെ വിക്രമിനെ കെട്ടണം എന്നാണ്. കാരണം ജയിലിൽ വെച്ചിട്ട് തൻ്റെ പിള്ളേരെ വെച്ചിട്ട് വിക്രമിനെ മർദ്ദിക്കാനാണ് വാസവൻ്റെ പ്ലാന്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നത്. ഈ ഒരു ടൈമിൽ നമ്മുടെ വേദ സാറെ ഒന്ന് നിന്നോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വാസവൻ തിരിഞ്ഞു നോക്കുമ്പോൾ വേദ അടുത്തേക്ക് വരികയാണ്. ശേഷം വേദ പറയാണ്, അല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഞാൻ പറയുന്നത് കുറച്ച് കേട്ടിട്ട് പോകൂ എന്ന് പറയുന്നതുകൊണ്ടാണ് എപ്പിസോഡ്, അതായത് പ്രൊമോ കാണിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.